പാക് അധീന കശ്മീരിൽ ഉണ്ടായിരുന്ന ഭീകരരെ മാറ്റിയതായി റിപ്പോർട്ട്. നിയന്ത്രണ രേഖയ്ക്ക് സമീപത്തെ ലോഞ്ച് പാഡുകളിൽ ഉണ്ടായിരുന്ന ഭീകരരെയാണ് അവിടെ നിന്ന് ഒഴിപ്പിച്ചത്. ഇന്ത്യൻ സൈന്യത്തിന്റെ സർജിക്കൽ സ്ട്രൈക്ക് ഭയപ്പെട്ടാണ് പാകിസ്ഥാന്റെ ഈ നീക്കം. ഉറിയിൽ നിന്ന് ബി ബാലഗോപാൽ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ബാലു, ഈ പാകിസ്ഥാൻ വലിയ തോതിൽ ആശങ്കപ്പെടുന്ന ഭയപ്പെടുന്ന സാഹചര്യമാണ് ഉള്ളത് എന്നുള്ളത് അവരുടെ വാക്കുകളിൽ, അവരുടെ പ്രതിരോധ മന്ത്രിയുടേത് ഉൾപ്പെടെയുള്ള വാക്കുകളിൽ നിന്ന് നമുക്ക് വ്യക്തമായതാണ്. ഇപ്പോൾ ഈ പാകിസ്ഥാൻ പറയുന്ന പാക് അധീന കാശ്മീരിലേക്ക് ഒരുപക്ഷെ ഇന്ത്യൻ സൈന്യത്തിന്റെ ആക്രമണം ഉണ്ടായേക്കാം. അതുകൊണ്ട് തന്നെയാണോ ഈ ഭീകരരെ മാറ്റിയത് ഉൾപ്പെടെയുള്ള നടപടി ഇപ്പോൾ പാകിസ്ഥാൻ സ്വീകരിച്ചിരിക്കുന്നത്? മാത്രമല്ല, ഈ പാകിസ്ഥാൻ ഇപ്പോൾ ആഗോള തലത്തിൽ നിന്ന് ഒരു സഹായം തേടുന്നുണ്ട്, പ്രത്യേകിച്ചും അറബ് രാഷ്ട്രങ്ങളിൽ നിന്ന്. സൗദിയുടെയും അതുപോലെ UAE-യുടെയും കുവൈറ്റിന്റെയും ഒക്കെ സഹായം, ഇടപെടൽ ഇക്കാര്യത്തിൽ ഒരു സമാധാന ശ്രമത്തിലേക്ക് പോകണം, ഈ തിരിച്ചടിയിൽ നിന്ന് ഇന്ത്യയെ പിന്തിരിപ്പിക്കണം എന്നുള്ളൊരു ആവശ്യവുമായി പാകിസ്ഥാൻ മുന്നോട്ട് വരികയും ചെയ്യുന്നുണ്ട്. ബാലു, ഉമ്മ പറഞ്ഞതുപോലെ തന്നെ പാകിസ്ഥാൻ കനത്ത ആശങ്കയിലാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരം നടപടികൾ പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നതെന്നാണ് ലഭിക്കുന്ന വിവരം. പഹൽഗാം ഭീകരാക്രമണത്തിന് ശക്തമായ തിരിച്ചടി നൽകുവാൻ വേണ്ടി ഇന്ത്യ തീരുമാനിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി എന്ത് നടപടിയായിരിക്കും ഉണ്ടാകുക എന്ന ആശങ്ക പാകിസ്ഥാനുണ്ട്. 2016 ഇതുപോലെ ഒരു സർജിക്കൽ സ്ട്രൈക്ക് ഇന്ത്യ നടത്തിയേക്കും എന്ന ആശങ്ക പാകിസ്ഥാനുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ നിയന്ത്രണ രേഖയ്ക്ക് സമീപത്തുള്ള ടെറർ ലോഞ്ച് പാഡുകളിൽ നിന്ന്, അതായത് പാക് അധീന കശ്മീരിലെ ടെറർ ലോഞ്ച് പാഡുകളിൽ നിന്ന് ഭീകരരെ മാറ്റിയിരിക്കുന്നു എന്ന വാർത്തകൾ, എന്ന വിവരം നമ്മുടെ രഹസ്യാന്വേഷണ ഏജൻസികൾക്കും മറ്റും ലഭിച്ചിരിക്കുന്നത്. നിലവിൽ 3 ടെറർ ലോഞ്ച് പാഡുകളിൽ നിന്ന് ഈ ഭീകരരെ മാറ്റിയിട്ടുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം. നിയന്ത്രണ രേഖയ്ക്ക് സമീപത്തുള്ള കത്വയ്ക്ക്, അതായത് ഇന്ത്യൻ ഭാഗമായ കത്വയ്ക്ക് സമീപത്തെ ഷക്കർഗാഗ്, നൌഷേരയ്ക്ക് സമീപത്തെ സാമാഹാനി, ഹീരാനഗറിന് സമീപത്തെ സുകുമാൽ എന്നിവിടങ്ങളിലുണ്ടായിരുന്ന ടെറർ ലോഞ്ച് പാഡുകളിൽ നിന്ന് ഭീകരരെ ഇന്ത്യയിലേക്ക് കടത്തുന്നതിനായി രൂപീകരിച്ചിരുന്ന ലോഞ്ച് പാഡുകളിൽ നിന്ന് ഈ ഭീകരരെ മാറ്റിയിരിക്കുന്നു എന്ന വിവരമാണ് ലഭിക്കുന്നത്. ഇവരെ ഈ പാകിസ്ഥാനിലേക്ക് മാറ്റി, അതായത് പാക് അധീന കശ്മീരിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് മാറ്റി എന്നാണ് കരുതപ്പെടുന്നത്. സാധാരണഗതിയിൽ ഒരു 10-15 ഭീകരരെങ്കിലും ഒരേ സമയം ഈ ടെറർ ലോഞ്ച് പാഡുകളിൽ ഉണ്ടാകാറുണ്ടായിരുന്നു. അവരെയാണ് പിന്നീട് ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറാൻ വേണ്ടി ഈ പാക് സൈന്യവും മറ്റും സഹായിച്ചിരുന്നത്. പക്ഷേ ഏത് സമയത്തും ഒരു മിന്നലാക്രമണം പോലുള്ള ആക്രമണം ഉണ്ടാകാൻ സാധ്യത ഉള്ളതിനാലാണ് ഇത്തരം ഒരു നടപടി പാകിസ്ഥാൻ സ്വീകരിച്ചതെന്നാണ് ലഭിക്കുന്ന വിവരം. ഇതിനു പുറമെ ഈ പാക് അധീന കശ്മീരിലുള്ള 13 മണ്ഡലങ്ങളിൽ ഈ ഭക്ഷ്യധാന്യങ്ങൾ ശേഖരിച്ചു വയ്ക്കുവാൻ വേണ്ടി അവിടുത്തെ സർക്കാർ ജനങ്ങൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കാരണം ഒരു യുദ്ധം ആസന്നമായി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. വളരെ വേഗത്തിൽ തന്നെ ഇന്ത്യയുടെ ഭാഗത്ത് നിന്നൊരു സൈനിക നടപടി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഭക്ഷ്യധാന്യങ്ങളും ഈ ഭക്ഷണവും ഉൾപ്പെടെയുള്ളവ ശേഖരിച്ചു വയ്ക്കുവാൻ ഈ പാക് അധീന കശ്മീരിലെ പ്രധാനമന്ത്രി ജനങ്ങൾക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട്. 2 മാസത്തേക്കുള്ള ഭക്ഷ്യധാന്യങ്ങൾ ശേഖരിച്ചു വയ്ക്കുവാനാണ് ഈ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇതിനിടയിലാണ് ഉമ്മ പറഞ്ഞതുപോലെ ഈ അറബ് രാജ്യങ്ങളുടെയും മറ്റും സഹായം ഈ പാകിസ്ഥാൻ തേടുന്നുണ്ട്. പക്ഷേ ലോകം ഇന്ത്യക്കൊപ്പമാണ്. അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വൻസ് കഴിഞ്ഞ തുടർച്ചയായി 2ാം ദിവസവും ഈ പാകിസ്ഥാനെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ചുകൊണ്ടുള്ള പ്രസ്താവന അദ്ദേഹം നടത്തുകയുണ്ടായി. ഈ പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ചവരെ കണ്ടെത്തി അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ ഇന്ത്യക്ക് എല്ലാ സഹായവും നൽകണമെന്ന് വൻസ് ഇന്നലെയും പാകിസ്ഥാനോട് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അതിൽ പാകിസ്ഥാന്റെ നടപടി ഉണ്ടാകുമെന്നാണ് അമേരിക്ക പ്രതീക്ഷിക്കുന്നതെന്നും അദ്ദേഹം പറയുകയും ചെയ്തിട്ടുണ്ട്. ഉമ്മ, ബാലു, ഈ ഭീകരവാദികളെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റി പാർപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകുന്നത് ഈ ഭീകരരോടും ഭീകരവാദികളോടും ഐക്യപ്പെട്ട് കിടക്കുന്ന ഒരു രാജ്യം മറ്റേതുണ്ട് എന്നുള്ളൊരു സംശയം കൂടിയാണ് ഇവിടെ ഉയരുന്നത്. എന്തായാലും ബാലു സൂചിപ്പിച്ചതുപോലെ തന്നെ ഭീകരർക്കെതിരെയുള്ള തിരച്ചിൽ വലിയ തോതിൽ നടക്കുന്നുണ്ട്. ഈ ദക്ഷിണ കശ്മീരിൽ തന്നെയാണ് അന്ന് ആ പഹൽഗാം ഭീകരാക്രമണത്തിൽ പങ്കെടുത്ത ഭീകരർ ഉള്ളത് എന്നുള്ള ഒരു നിഗമനത്തിൽ തന്നെയാണ് നമ്മുടെ സൈന്യം. അതുകൊണ്ട് ആ രീതിയിൽ അന്വേഷണം, അവർ ജമ്മുവിലേക്ക് കടക്കാതിരിക്കാനുള്ള എല്ലാ കരുതലും മുന്നോട്ട് വെച്ചുകൊണ്ട് അന്വേഷണം എങ്ങനെയാണ് പുരോഗമിക്കുന്നത്, ഒപ്പം ഈ പാകിസ്ഥാന്റെ തുടർച്ചയായിട്ടുള്ള പ്രകോപനം, അതിന് ഏത് രീതിയിലുള്ള മറുപടിയാണ് ഇന്ത്യൻ സൈന്യം നൽകുന്നത്? ബാലു, ഉമ്മ പറഞ്ഞതുപോലെ ഈ ദക്ഷിണ കശ്മീർ കേന്ദ്രീകരിച്ചുള്ള തിരച്ചിൽ നടപടികളായിരുന്നു പുരോഗമിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ആ തിരച്ചിൽ ജമ്മു ഉൾപ്പെടെയുള്ള മേഖലകളിൽ, അതായത് പീർപ്പഞ്ചൽ മലനിരകളുടെ ജമ്മു ഉൾപ്പെടുന്ന പ്രദേശങ്ങളിലും ഇപ്പോൾ തിരച്ചിൽ നടക്കുന്നുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം. കാരണം ഈ ഭീകരർക്ക് പ്രാദേശികമായ സഹായങ്ങൾ വ്യാപകമായ തോതിൽ ലഭിക്കുന്നുണ്ട്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ ഈ പല സ്ഥലങ്ങളിലുമൊക്കെ സഞ്ചരിക്കുമ്പോൾ, ഈ പ്രത്യേകിച്ച് നമ്മളിപ്പോൾ നിൽക്കുന്ന ഉറിയിലാണ്. ഈ ഉറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാക് അധീന കശ്മീരിൻ്റെ തൊട്ട് അടുത്ത
അടുത്തുള്ള ഒരു പ്രദേശമാണ്. ആ പ്രദേശങ്ങളിൽ ഉൾപ്പെടെ വ്യാപകമായ തിരച്ചിലുകൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടക്കുന്നത് നമ്മൾ കാണാമായിരുന്നു. അപ്പോൾ ഈ സുരക്ഷാ ഉദ്യോഗസ്ഥരൊക്കെ പറയുന്നുണ്ട്, കാരണം ഇവർക്ക് ഇത്രയും ദിവസം ഈ ഒളിവിൽ കഴിയുന്നതിനോ അല്ലെങ്കിൽ ഈ വനത്തിനുള്ളിലൊക്കെ കഴിയുന്നതിന് പ്രാദേശികമായ സഹായം ലഭിക്കുന്നുണ്ടോ എന്ന സംശയം ഈ അന്വേഷണ ഏജൻസികൾക്കും സുരക്ഷാ ഏജൻസികൾക്കുമുണ്ട്. അതുകൊണ്ട് തന്നെ പഴുതടച്ച ഈ പരിശോധനയാണ് നടക്കുന്നത്. ഏതായാലും ഇവർക്ക് അതിർത്തി കടന്ന് ഈ പാകിസ്ഥാനിലേക്ക് കടക്കുവാൻ വേണ്ടി ഇതുവരെയും കഴിഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് ഈ ഇന്ത്യൻ സുരക്ഷാ ഏജൻസികളുടെയും അന്വേഷണ ഏജൻസികളുടെയും ഒക്കെ പ്രതീക്ഷ. CRPFും സൈന്യവും അതുപോലെ തന്നെ സൈന്യത്തിന്റെ രാഷ്ട്രീയ റൈഫിൾസിന്റെ വിക്ടർ ഫോഴ്സസും ഉൾപ്പെടെ ഉള്ളവയാണ് ഈ തിരച്ചിൽ നടപടികൾ നടത്തുന്നത്. ജമ്മു കാശ്മീർ പോലീസും ശക്തമായ തിരച്ചിൽ നടപടികളിൽ പങ്കെടുക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിനിടെ ഭീകരർക്കെതിരായ ജമ്മു കാശ്മീർ പോലീസിന്റെ നടപടി വീണ്ടും തുടരുകയാണ്. കഴിഞ്ഞ ദിവസം പൂഞ്ചിലെ ഒരു ലഷ്കർ ഭീകരന്റെ ഈ സ്വത്തുക്കൾ കണ്ടുകെട്ടുകയും ചെയ്തിട്ടുണ്ട്. അത് ഇപ്പോൾ ഇവർക്കെതിരെ, അതായത് ഈ കശ്മീരിലെ പ്രാദേശികമായി പ്രവർത്തിക്കുന്ന ഭീകരർക്കെതിരായുള്ള നടപടികളുടെ ഭാഗമായിട്ടാണ് അത്തരം നടപടികൾ, അതായത് ഈ കണ്ടുകെട്ടൽ ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക്, ശക്തമായ നടപടികളിലേക്ക് സർക്കാർ കടക്കുന്നതെന്നാണ് സർക്കാരിൻ്റെ ഔദ്യോഗികമായ വിശദീകരണം.